സിപിഎമ്മിനെ പിടിച്ചുലച്ച കത്ത് വിവാദം. ആരോപണങ്ങൾ പാർട്ടി നേതാക്കൾ തള്ളി. കത്ത് 2022 തന്നെ പ്രചരിച്ചതെന്ന് രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടു. പി ശശിക്ക് രാജേഷ് കൃഷ്ണയുമായി അടുത്ത ബന്ധമെന്ന് ഷർഷാദ് ആരോപിച്ചു. ഇതിനിടെ വിവാദം കുടുംബ വഴക്കിന്റെ ഭാഗമായി തന്നെ അപമാനിക്കാനുള്ള ഷർഷാദിന്റെ തന്ത്രമെന്നാരോപിച്ച് മുൻ ഭാര്യയും സംവിധായകയുമായ രത്തീന രംഗത്തെത്തി. സിപിഎം പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ കത്ത് എങ്ങനെ പുറത്തുവന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. ഇന്ന് കൂടുതൽ ആരോപണങ്ങളാണ് ഷർഷാദ് ഉന്നയിച്ചത്. ചില സിപിഎം നേതാക്കളുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നാണ് ഷർഷാദ് മീഡിയ വണ്ണോട് പറഞ്ഞത്. ബിനാമിയാണെന്നുള്ളത് എനിക്ക് എവിഡൻസ് ഒന്നുമില്ല, പക്ഷേ പാർട്ടിയുടെ ആൾക്കാരുടെ ഇതാണെന്നുള്ള എനിക്ക് UK-ന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് വളരെ ചുരുക്കം ആൾക്കാരുടെ സാമ്പത്തികം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് UK മുഖേന അറിഞ്ഞിട്ടുണ്ട്. ഷർഷാദിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഭാര്യയും സംവിധായകയുമായ രത്തീന രംഗത്ത് വന്നു. തനിക്ക് ഗോവിന്ദൻ മാഷിനെയോ മകനെയോ പരിചയമില്ല. തന്റെ പിതാവിന്റെ ഗ്യാരണ്ടിയിലെടുത്ത ലോൺ ഷർഷാദ് തിരിച്ചടയ്ക്കാതെ ജപ്തിയായി. ഈ ഘട്ടത്തിലാണ് തോമസ് ഐസക് ഇടപെട്ടത്. തന്റെ സിനിമ മുടക്കാൻ ശ്രമിച്ചുവെന്നും രത്തീനയുടെ ആരോപണം. ഷർഷാദ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും പുറത്തുവന്നത് രഹസ്യരേഖയല്ലെന്നും രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കെതിരെ വാർത്ത വന്നാൽ ഒരു ഗുമ്മുമില്ലാത്തതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയും മകനെയും അതിൽ വലിച്ചിഴച്ചതെന്നും രാജേഷ് കൃഷ്ണ പറയുന്നുണ്ട്. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറായില്ല. ഷർഷാദിന്റെ കത്തിൽ പേര് പരാമർശിക്കപ്പെട്ട മുൻ മന്ത്രി തോമസ് ഐസക് കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. തനിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തോമസ് ഐസക്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും അയാൾക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പായതുകൊണ്ട് പലതും ഇനിയും വരും എന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ്. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പൊ ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5 മാസമല്ലേ ഉള്ളൂ. ഗുരുതര സാമ്പത്തിക കുറ്റമാണ് പുറത്തു വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് ആരോപണം. സാമ്പത്തിക കുറ്റകൃത്യം ആരോപണം വന്ന് അന്വേഷിക്കണം. ഹവാലയും റിവേഴ്സ് ഹവാലയും മണി ലോണ്ടറിങ്ങും ആണ് ആരോപണം. ഗുരുതരമായ ഇതാണ്. നിർമ്മിത വാർത്തയാണെന്നും ഒന്നുമില്ലാതെ വരുമ്പോൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.